അവസാന ശ്വാസത്തിലും പരസ്പരം കൈവിടാതെ ആഫ്രിക്കൻ ദമ്പതികൾ ലോകത്തോട് വിട പറഞ്ഞു. ഡൽഹിയിലെ മാളവ്യ നഗറിലുള്ള ഫ്ലോറിഷ് സ്റ്റേ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 21 പേരിൽ ഉൾപ്പെടുന്നവരാണ് ഈ ദമ്പതികൾ. ഒരു കുഞ്ഞുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സയ്ക്കായി ഡൽഹിയിൽ എത്തിയതായിരുന്നു ഇവർ. കെട്ടിടത്തിൽ തീയും പുകപടലങ്ങളും അതിവേഗം പടർന്നപ്പോൾ രക്ഷപ്പെടുവാൻ വഴിയില്ലാതെ ദമ്പതികൾ താഴത്തെ നിലയിലെ ബാത്റൂമിൽ അഭയം തേടുകയായിരുന്നു. എന്നാൽ കെട്ടിടം കത്തിയതോടെ കനത്ത പുക ശ്വസിച്ച ഇരുവരും ശ്വാസമുട്ടി മരിക്കുകയായിരുന്നു. ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതായിരുന്നു മാക്സ്മാർട്ട് ആശുപത്രിയിലെ ഡ്യൂട്ടി ഇൻചാർജ് വസീം രാജയുടെ വാക്കുകൾ. ബാത്റൂം വാതിൽ എങ്ങനെയോ ഞങ്ങൾ തുറന്നപ്പോൾ കണ്ട കാഴ്ച വാക്കുകൾക്ക് അപ്പുറമായിരുന്നു. കരിയറിൽ ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനോട് ഒന്നും താരതമ്യം ചെയ്യാനാകില്ല. ഒരു മെഡിക്കൽ സർജറി കഴിഞ്ഞ സ്ത്രീ ടോയ്ലറ്റ് സീറ്റിലും ഭർത്താവ് തൊട്ടടുത്തുള്ള കസാരയിലുമായിരുന്നു. അവർ പരസ്പരം ഗാഢമായി കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ തല ഭർത്താവിന്റെ തോളിലായിരുന്നു. മരണം മുന്നിൽ കണ്ടപ്പോൾ അവർ ഒരുമിച്ച് അതിനെ നേരിടുവാൻ തീരുമാനിച്ചതുപോലെ തോന്നിയെന്നായിരുന്നു ഹൃദയം നുറങ്ങുന്ന ഡോക്ടറുടെ വാക്കുകൾ. രക്ഷാപ്രവർത്തകർ ഉടൻ തന്നെ CPR നൽകി ജീവൻ രക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും പുക ശ്വസിച്ച് അവർ ഇതിനോടകം തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഡൽഹിയിലെ തീപിടുത്തത്തിൽ 12 വിദേശ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച രാവിലെയാണ് 5 നിലകളുള്ള ഈ ഹോട്ടൽ കെട്ടിടത്തിൽ വൻ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വൻ സുരക്ഷാ വീഴ്ചകളാണ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെറും 6 മുറികൾ പ്രവർത്തിപ്പിക്കുവാൻ മാത്രം അനുമതിയുള്ള ഹോട്ടലിൽ ബേസ്മെന്റിൽ ഉൾപ്പെടെ 25ഓളം മുറികളാണ് പ്രവർത്തിച്ചിരുന്നത്. തീ പിടിച്ചപ്പോൾ ആളുകൾക്ക് ഓടി രക്ഷപ്പെടേണ്ടിയിരുന്ന ടെറസിലുള്ള വഴി പൂട്ടിയിട്ട നിലയിലായിരുന്നു. കെട്ടിടത്തിന് അഗ്നിശമന സേനയുടെ സാധുവായ അനുമതി പത്രവും ഉണ്ടായിരുന്നില്ല. സംഭവവുമായി ബന്ധപ്പെട്ട ഹോട്ടൽ കെട്ടിടത്തിന്റെ ഉടമ ലവ്കേഷ് ബജാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ ഹോട്ടൽ മാനേജർക്കായി തിരച്ചിൽ തുടരുകയാണ്. ചികിത്സയ്ക്കായും ബിസിനസ് ആവശ്യങ്ങൾക്കായും ഡൽഹിയിലെത്തിയ ആഫ്രിക്കൻ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ച വിദേശികളിൽ ഭൂരിഭാഗവും.